അങ്ങനെ ഞങ്ങൾക്ക് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി. ഇപ്പോൾ സമയം എന്താ 3:15. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതാ റെഡിയായി ഇറങ്ങണം കേട്ടോ. അപ്പോൾ പാക്കിങ് കാര്യങ്ങളെല്ലാം ഒരുവിധം തീർന്നു. അപ്പോൾ ഇനി ഇപ്പോൾ വെളുപ്പിന് 3:15 ഇറങ്ങണം. ലക്നൗവിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 9:50. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ എത്തും. ഇഷ്ടംപോലെ ടൈമുണ്ട്. ചേട്ടനിവിടെ ആ പെട്ടിയൊക്കെ ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ലോക്ക് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങാൻ നേരത്തെ ചെയ്യാമെന്നും പറഞ്ഞ്, കാരണം എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ എടുത്തു വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ലോക്ക് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കായിരുന്നു. വണ്ടിക്കാരൻ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെട്ടിയൊക്കെ പൂട്ടി നമുക്ക് വണ്ടിയിലേക്ക് എടുത്തു വെക്കണം. അപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ട ടൈം ആവണം. വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങാണ്. റെഡിയായി, സംഭവം ഏകദേശമൊക്കെ ആയി. അപ്പോൾ ഇനി തിരക്കിട്ടുള്ള ഒരുക്കോ ഇറങ്ങലൊക്കെയാണ്. ഒരുക്കമൊക്കെ കഴിഞ്ഞു. എന്നാലും വണ്ടിക്കാരൻ ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ചേട്ടൻ രണ്ടാമത്തെ പെട്ടി കൊണ്ട് പോകാണ് വണ്ടിയിൽ വയ്ക്കാനായിട്ട്. ഇനി ഞങ്ങളുടെ ഹാൻഡ് ബാഗുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കിച്ചണൊക്കെ ഒരുവിധം സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ ഒരു ടവലൊക്കെ ഇട്ട് മൂടിയിട്ടാണ്. പിന്നെ ഇതിന് റാക്കുമ്പോണ്ടായിരുന്ന പ്ലേറ്റ്സുകളെല്ലാം കവറിലാക്കി കെട്ടി വെച്ച്. പിന്നെ ഇവിടെ കപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഇതേപോലെ വെച്ച് ബേസ് വെച്ച് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിച്ചൺ ക്ലോസ് ആക്കി നമ്മൾ. ഇനി ഇവിടെ മസാല കാര്യങ്ങളെല്ലാം ഞാൻ മോളിക്കോടെ ടവലിട്ട് മൂടിയിട്ടുണ്ട്, പഴയ ടവലുകളൊക്കെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയം. അപ്പോൾ ഞങ്ങൾ ഇനി പ്രാർത്ഥിച്ചിറങ്ങാൻ പോകും. ഞങ്ങളുടെ കൂടെ വേറെയും ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെന്താ റെഡിയായി ഇറങ്ങാണ്. അവർ അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് അവരും വരുന്നുണ്ട്. ഇവിടെ ഒരു സാറുണ്ട്. അപ്പോൾ സാറിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകേണ്ട വണ്ടികളെല്ലാം ഇവിടെ റെഡി ആയി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 ഫാമിലി പോകുന്നുണ്ട് പല ടൈമിലായിട്ട്. അപ്പോൾ എല്ലാവർക്കുള്ള വണ്ടി എത്തിയിരിക്കുന്നതാണ്. കാരണം കുറച്ച് പേരുടെ ഫ്ലൈറ്റ് ഇന്നത്തെ രാവിലത്തെ 9:50 ഫ്ലൈറ്റിനാണ് കുറച്ച് പേര് പോകണം. കുറച്ച് പേര് 9 മണിയുടെ ഫ്ലൈറ്റിനാണ് പോകണം. അപ്പോൾ ഈ ഒരു ടൈം കണ്ട് വേണം എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നമ്മുടെ ഒരു ഫാമിലി ഈ വണ്ടിയിൽ പോകണം. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതാണ്. അപ്പോൾ ഞങ്ങളിതാ ഈ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. നമ്മുടെ സുമ ടീച്ചറും JP സാറും ഈ വണ്ടിയിലാണ് പോണേ. പോയി റെഡിയായി. വെളുപ്പിനേറ്റ് ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്താ രാവിലെ തന്നെ കണ്ണ് പൊളിച്ചിങ്ങനെ ഇരിക്കുക, ഉറക്കൊന്നും ശരിയാവാണ്ട്. അങ്ങനെ ഞങ്ങള് 2 ഫാമിലിയും ഒരുമിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് വണ്ടികളായിട്ട് ഞങ്ങൾ ലക്നൌവിലേക്ക് തിരിച്ചിരിക്കുകയുണ്ടോ. അപ്പൊ രാവിലെ ഒരു 3:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. 3 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ കരുതി. എന്നാലും ലഗേജൊക്കെ കെറ്റി ഒക്കെ വെച്ച് വന്നപ്പോഴേക്കും 3:30 ആയിട്ട് ടൈം. അപ്പൊ അങ്ങനെ 3:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആകെ വിജനമായ റോഡുകളാണ്. അപ്പോൾ ഒരാളുമില്ല. വളരെ രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടികളും കാര്യമായിട്ടില്ല. ഒട്ടും തന്നെ റഷൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ ചായ കുടിക്കാനായിട്ട് എല്ലാവരും മടുത്തായിരുന്നു വണ്ടിയിൽ നിന്ന്. അപ്പൊ ചായ കുടിക്കാന്ന് പറഞ്ഞ് ഞങ്ങളിതാ ഒരു ചെറിയ ചായക്കടയുടെ അടുത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഞാൻ നാട്ടിൽ എത്തിയതിന് ശേഷം കേട്ടോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അല്പം വൈകിയതിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ അടുത്ത വീഡിയോ എനിക്ക് എന്നാ പോസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചെറിയ 1-2 സ്ഥലങ്ങളിൽ കറക്കത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ പോയി വന്നതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. അങ്ങനെ ഞങ്ങൾ ലക്നൌവിൽ എത്തിയിട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് ലക്നൗ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേഡിയം ഒക്കെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങനെ ഒത്തിരി ദൂരം ഇല്ല കേട്ടോ എയർപോർട്ടിലേക്ക്. ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലെത്തും.
അങ്ങനെ ഞങ്ങൾ ഇതാ ടൈമിന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ട് ഒരു 7 o'clock കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ശരിക്കും ബിഫോർ ടൈം എത്തി എന്ന് തന്നെ പറയാം. രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് അധികം റഷ് ഉണ്ടായിരുന്നില്ല, നമുക്ക് ടൈമിന് എത്താനും പറ്റി. അങ്ങനെ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ലഗേജൊക്കെ ട്രോളിയിലേക്ക് കയറ്റി വെച്ച് എൻട്രൻസിന്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്ന് നീങ്ങണം കേട്ടോ. അപ്പോൾ ഡിജി യാത്ര ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് വേഗത്തിൽ തന്നെ ഉള്ളിലേക്ക് എൻട്രി നടത്താൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിതാ മൊബൈലിലൊക്കെ ഞങ്ങളുടെ ഡിജി യാത്ര ആപ്പ് സെറ്റാക്കി വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ സാറും ടീച്ചറും പിന്നെ വേറൊരു ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് എല്ലാവരും ഒരുമിച്ച് ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നടന്ന് നീങ്ങണം കേട്ടോ. അങ്ങനെ ഡിജി യാത്ര ആപ്പ് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ലഗേജ് ചെക്കിംഗ് ആണ്. അപ്പോൾ ലഗേജ് ചെക്കിങ്ങിനായിട്ട് ഞങ്ങളുടെ ലഗേജ് ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങാണ്. അപ്പോൾ ചെക്കിങ്ങിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ ലഗേജ് വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ സ്യൂട്ട് കേസ് വളരെ വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു കയ്യിലുള്ള ഹാൻഡ് ബാഗും കൂടെ വേണമെങ്കിൽ ലഗേജിന്റെ കൂടെ വിടാമെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് ചേട്ടൻ ലോക്ക് ചെയ്യണം കേട്ടോ. ലോക്ക് ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല, കാരണം നമ്മളുടെ ഷോൾഡർ ബാഗായിട്ട് നമ്മൾ കയ്യിൽ തന്നെ പിടിക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ വെയിറ്റ് നല്ല കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗും കൂടെ അങ്ങനെ ലഗേജിൽ കൂടെ കടത്തി വിടാനായിട്ട് അവർ സമ്മതിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ചേട്ടന്റെ ഷോൾഡർ ബാഗ് എന്തായാലും ഫ്രീ ആയി ലഗേജിൽ കൂടെ പോയി കഴിഞ്ഞു. അപ്പൊ ചേട്ടന്റെ കയ്യിൽ ഇപ്പൊ കുടിക്കാനുള്ള ജസ്റ്റ് വെള്ളം ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഞങ്ങളുടെ ഷോൾഡർ ബാഗ് ഉണ്ട് കേട്ടോ, കാരണം എൻ്റെ കയ്യിലുള്ളത് ലാപ്ടോപ്പ് ബാഗാണ്. പിന്നെ അഞ്ജുന്റെ കയ്യിലാണെങ്കിലും അഞ്ജുന്റെ സ്നാക്സ് കാര്യങ്ങൾ വഴിയിലൊക്കെ വെച്ച് കഴിക്കാനൊക്കെയുള്ള അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ബാഗ് കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത ചെക്കിങ്ങിനായിട്ട് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ചെക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ബാഗ് ചെക്കിംഗ് ആട്ടോ. അപ്പോൾ ചേട്ടൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് വാങ്ങിയായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ബാഗിൽ നിന്ന് അവരുടെ ആ ഒരു ട്രേയിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. ലാപ്ടോപ്പ്, ചാർജർ, മൊബൈൽ അങ്ങനത്തെയുള്ള ഐറ്റം എല്ലാം മാറ്റി വെക്കണം. അപ്പോൾ ചേട്ടൻ എൻ്റെ ബാഗ് വാങ്ങി എല്ലാം ട്രേയിലേക്ക് വെച്ച് ചെക്കിങ്ങിന് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഷോൾഡർ ബാഗ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങളിതാ നമുക്ക് ഇരിക്കേണ്ട സ്ഥലത്തേക്കായിട്ട് നടക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആൽവിനെ കൊണ്ടുവന്ന് ആക്കാൻ വേണ്ടി പോയ സമയത്ത്, ഡിസംബറിൽ പോയ സമയത്ത് കണ്ടതിനേക്കാളും ഒരുപാട് ചേഞ്ചസ് ഇപ്പൊ എയർപോർട്ടിൽ അവർ വരുത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ മുമ്പത്തേക്കാളൊക്കെ ഭംഗിയായി അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എയർപോർട്ടൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. അവിടെ നിന്ന് ഞങ്ങൾ ഒത്തിരി സിംഗിൾ ഫോട്ടോയും ഡബിൾ ഫോട്ടോയും ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു നീങ്ങുന്നത്. നമ്മൾ നടന്നു നീങ്ങുന്ന ഗാലറിയുടെ രണ്ട് സൈഡിലും നിറച്ചിങ്ങനെ പൂക്കൾ പോലെ എന്തോ ഒരു മെറ്റീരിയൽ വെച്ച് ഒരു പൂക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ അത് നല്ലൊരു കളർഫുൾ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഒരു സീനറി എന്ന് പറയാം. അതേമാതിരിയാണ് അവർ അവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഗേറ്റ് നമ്പറിന്റെ അടുത്ത് അവിടെ ചെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങണം. നമുക്കിനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങണം. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട സീറ്റിൽ നമ്മൾ എത്തിയിട്ടോ. അപ്പൊ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും നമുക്ക് ക്യൂവിലേക്ക് നിൽക്കേണ്ട ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ക്യൂവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ബസ് അവിടെ ഓൾറെഡി റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും തന്നെ ബസ് റെഡി ആയിരുന്നു. അപ്പൊ അങ്ങനെ ബസ്സിന് ഞങ്ങൾ ഫ്ലൈറ്റിന്റെ തൊട്ടടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ചെക്കിംഗ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫൈനൽ ചെക്കിംഗ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സീറ്റിൽ എല്ലാവരും 3 പേര് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള സാർ ഫാമിലി അവരും അവരുടെ സീറ്റുകളിൽ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈമായി. അപ്പൊ രാവിലെ 9:50 ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ ടൈം. അപ്പൊ റൈറ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം കേട്ടോ.
രാത്രിയിൽ ഞങ്ങൾക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ല ഉറക്കമായിട്ടോ. നല്ല പോലെ തന്നെ ഉറക്കം വന്നു. ഞാനൊക്കെ നല്ല സുഖമായി കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി കണ്ണുറന്നപ്പോഴേക്കും ഇതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട ടൈമായി. അങ്ങനെ ബാംഗ്ലൂർ ഞങ്ങൾ 12:30 എത്തിയിട്ട് ഉച്ചയ്ക്ക് 12:30. അപ്പൊ ഇനി ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങളുടെ 4:45 ഈവനിങ്ങിൽ 4:45. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൈം ഉണ്ട് ബാംഗ്ലൂര് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇതാ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ, കാണാൻ നല്ല രസമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള വ്യൂ ആയാലും മോളിൽ നിന്നുള്ള വ്യൂ ആയാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയമൊക്കെ അങ്ങനെ ആ ഒരു ഭംഗി ആസ്വദിച്ചൊക്കെ നിന്നു. അതിനുശേഷം ഇനി നമുക്ക് വീണ്ടും അടുത്ത ചെക്കിങ്ങിനായിട്ട് പോകണം. അപ്പൊ ഇവിടെ നമുക്ക് ലഗേജ് ചെക്കിങ് ഇല്ലെങ്കിലും നമ്മുടെ ഷോൾഡർ ബാഗ് ചെക്കിങ്ങും അതുപോലെ നമുക്കായാലും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇവിടെ ലൈനിൽ നിൽക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നുള്ള ചെക്കിങ്ങും കഴിഞ്ഞു. ഞങ്ങളിതാ മുന്നോട്ടേക്ക് നടന്ന് നീങ്ങണം. അപ്പൊ ഇവിടുത്തെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എയർപോർട്ടിൽ അവരുടെ പ്ലാൻസ് വെച്ച് മുകളിലൊക്കെ എന്തൊക്കെയോ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസം കേട്ടോ. ഫുൾ പച്ചപ്പാണ്. ഈ ഒരു രീതിയിൽ കുറെ ഏരിയ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതാ ഇനി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ തൊട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ചായ കുടിച്ചതല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ആരും തന്നെ. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിൽ നിന്നും കഴിക്കാമെന്നും പറഞ്ഞ് 2-3 പേര് കാർഡ് വെച്ച് ലോഞ്ചിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 2-3 പേര് ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഏതെങ്കിലും ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറും ടീച്ചറിന്റെ മോനും പിന്നെ അഞ്ജലിയും അവർ 3 പേരും ലോഞ്ചിൽ നിന്ന് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ കാർഡുകളും ഇവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന ആകെ PNBയിലത്തെ കാർഡാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അഞ്ജുന് മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡിനായിട്ട് ഓർഡർ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഓർഡർ കൊടുത്ത് അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെജ് താലിയാണ് ഓർഡർ കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്ത് പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ഗോതമ്പ് പൊറോട്ടയും പിന്നെ ഒരു ചെറിയ ബൗളിൽ റൈസും ആയിട്ടാണ് നമുക്ക് വെജ് താലി അവർ തരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അഞ്ജും ടീച്ചറും മോനും ഒക്കെ ആയിട്ട് മോളിൽ നിന്ന് അവർ കൈ കാണിക്കുന്നുണ്ട്. അവർ മുകളിലത്തെ ഫ്ലോറിലുണ്ട് പോയിരുന്നത് ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ച് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇനി അടുത്ത വെയിറ്റിങ്ങിന് നമുക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് പോയി ഇരിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.